സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. ആത്മസംശയം ഇല്ലാത്ത പുരുഷൻ മതിൽ ഇല്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടം പോലെയാകുന്നു. സദൃശവാക്യം 25-28 വാക്യം. ജീവിതത്തിൽ ദൈവിക സ്വഭാവമാകുന്ന പുഷ്പങ്ങൾ ഇല്ലാതാക്കാൻ പോകുന്ന നുഴഞ്ഞുകയറ്റക്കാർ ഉണ്ടോ എന്ന് നാം അതിശയിക്കുന്നു. സദൃശവാക്യങ്ങൾ 25-28 പറയുന്നു, ആത്മസംശയം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടം പോലെയാകുന്നു. പണ്ടുകാലത്ത് പട്ടണങ്ങളെപ്പോലെയെല്ലാം മതിൽ കെട്ടിയാണ് ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിച്ചിരുന്നത്. മതിലിൻ്റെ ഒരു ചെറിയ സുഷിരം പോലും മുഴുവൻ പട്ടണത്തെയും ആക്രമണത്തെ വിധേയരാക്കുവാൻ മതിയായവനാണ്. നിരവധി സദൃശവാക്യങ്ങൾ ആത്മനിയന്ത്രണത്തെ പറ്റിയാണ്. നിനക്ക് തേൻ കിട്ടിയാൽ വേണ്ടുന്നത്തെ പുജിക്കാവൂ ജ്ഞാനിയായവൻ എഴുതി. ആത്മനിയന്ത്രണം എന്നത് ആത്മാവിൻ്റെ ഒരു ഫലമാണ്. അത് നമ്മെ കാക്കുകയും ക്ഷമയില്ലായ്മ, വെറുപ്പ്, അത്യാഗ്രഹം എന്നിങ്ങനെയുള്ള ക്ഷുദ്രജീവികൾ നമ്മുടെ ജീവിതത്തിലെ ദൈവിക ഫലങ്ങളെ നശിക്കുന്നതിന് നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു. ഗലാത്യർ 5:22-21 വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഭിത്തിയിലെ സുഷിരങ്ങളെ അടച്ച് സംരക്ഷിക്കുന്ന ആരോഗ്യമുള്ള മനസ്സാണ് ആത്മനിയന്ത്രണം. ഞാൻ എൻ്റെ ജീവിത ചുറ്റുപാടുകളെ നിരീക്ഷിക്കുമ്പോൾ അപകടകരമായ സുഷിരങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും പ്രലോഭനത്തിന് വശപ്പെടുന്ന ഒരിടം, ക്ഷമയില്ലാത്തൊരു മേഖല. ഈ അക്രമകാരികളിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവികമായ ആത്മനിയന്ത്രണം എന്ന ആരോഗ്യമുള്ള മനസ്സ് എനിക്ക് അത്ര അനിവാര്യമാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ എന്ത് സുഷിരമാണ് കാണുന്നത്? അത്ര നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്ന്, ആത്മാവിൻ്റെ ഫലമായ ആത്മനിയന്ത്രണത്തിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ സംരക്ഷിക്കാനാകും? പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, പാവത്തിൻ്റെ ആക്രമണത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ ആത്മനിയന്ത്രണം എന്ന ഫലം എന്നിൽ വളരുമാറാക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.